ഹായ് ഫ്രണ്ട്സ്, മicharrmedia ബ്യൂട്ടി കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ സൺ ടാൻ മാറ്റാനുള്ള ഒരു ഫേസ് പാക്കുമായിട്ടാണ്. അപ്പോൾ എല്ലാവരുടെയും പ്രശ്നമാണ് നമ്മൾ വെയിലത്ത് ഇറങ്ങുന്ന പാടെ എൻ്റെ മുഖം കരുവാളിക്കുന്നു, അല്ലെങ്കിൽ കറുത്ത നിറം വരുന്നു, കറുത്ത പാടുകൾ വീഴുന്നു എന്നൊക്കെ. അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരമായിട്ട് ഒരു അടിപൊളി ഫേസ് പാക്കാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറ്റാർവാഴയാണ്. അപ്പോൾ ഈ കറ്റാർവാഴയ്ക്കകത്തേക്ക് 1-2 ഇൻഗ്രീഡിയൻസും കൂടി ചേർത്തിട്ട് ഒരു അടിപൊളി ഫേസ് പാക്കാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. നമ്മുടെ സ്കിന്നിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരുന്നില്ലെങ്കിൽ നമ്മുടെ കൈവിട്ട് പോകും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആഴ്ചയിൽ എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ ഫേസ് പാക്കോ അല്ലെങ്കിൽ സ്ക്രബ്ബറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ മുഖത്ത് ചെയ്തില്ലെങ്കിൽ, മുഖത്തും കയ്യിലും ഒക്കെ ചെയ്തില്ലെങ്കിൽ നമ്മുടെ സ്കിന്നൊക്കെ അപ്പാടെ വൃത്തികേടായിപ്പോൾ. അതുകൊണ്ട് അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫേസ് പാക്കാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കറ്റാർവാഴ ഉപയോഗിച്ചുള്ള ഒരു ഫേസ് പാക്കാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ ഈ ഫേസ് പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കറ്റാർവാഴ മാത്രമല്ല ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനകത്തേക്ക് വേറെ 1-2 ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കാനുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണ് നമുക്ക് നോക്കിയിട്ട് വരാം. അപ്പോൾ നമുക്ക് അലോവേരയുടെ ജെല്ലൊന്നും എടുക്കാം. ഇത് ഇങ്ങനെ മുറിച്ച് കൊടുത്തിട്ടെടുക്കുകയാണെങ്കിൽ നല്ല എളുപ്പം കേട്ടോ. നമുക്ക് നല്ല ജെല്ലായിട്ട് തന്നെ കിട്ടും പെട്ടെന്ന് തന്നെ. ഓക്കെ, അപ്പോൾ നമ്മുടെ അലോവേരയുടെ ജെല്ല് നന്നായിട്ടായിരുന്നു. ഇത് ഇന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് 1/2 നാരങ്ങയുടെ ജ്യൂസ് പിഴിഞ്ഞൊഴിക്കാം. വേണ്ടത് ഇതിൻ്റെ അകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ തേനാണ്. അതും കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യും. അപ്പോൾ നമ്മുടെ ചെറുനാരങ്ങയുടെ നീരും അലോവേര ജെല്ലും തേനും എല്ലാം കൂടെ ചേർന്ന് നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിത് മുഖത്ത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ മുഖത്ത് നമ്മൾ എവിടെയെങ്കിലും യാത്രയൊക്കെ ചെയ്തിട്ട് വരുവാണ്, അല്ലെങ്കിൽ വീട്ടിലിരിക്കുവാണെങ്കിൽ തന്നെ നമ്മുടെ മുഖത്ത് നമ്മൾ കാണാതെ ഇഷ്ടം പോലെ ചെളിയും പൊടിയും അഴുക്കും എല്ലാം ഉണ്ടാവും. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യണം. നമ്മൾ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു കാരണവശാലും സോപ്പ് ഉപയോഗിച്ച് നമ്മുടെ മുഖം കഴുകരുത്. അത് ഭയങ്കര നമ്മുടെ സ്കിന്നിനെ റഫാകും കേട്ടോ. അപ്പോൾ നമ്മൾ മുഖം കഴുകണം, ഒന്നെങ്കിൽ ചെറുപയർ പൊടി അല്ലെങ്കിൽ കടലപ്പൊടിയില്ലേ, കടലമാവ്, ഈ 2 സാധനങ്ങൾ ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ച് മുഖം നന്നായിട്ട് കഴുകി വൃത്തിയാകും. നമ്മൾ സോപ്പ് ഉപയോഗിക്കാതിരുന്നാൽ തന്നെ നമ്മുടെ സ്കിന്നിന് നല്ല വ്യത്യാസം ഉണ്ടാകും. അപ്പം ചെറുപയർ പൊടിയോ കടലമാവോ ഒപ്പിട്ട് നമ്മുടെ മുഖം നന്നായിട്ട് കഴുകി ഒരു ടവൽ വെച്ചിട്ട് കയ്യൊന്ന് ഒപ്പിയെടുത്തിട്ട് വേണം നമ്മുടെ ഈ ഫേസ് പാക്ക് നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഞാൻ അപ്ലൈ ചെയ്യാൻ തുടങ്ങുവാണ്. നമ്മൾ എപ്പോഴും മുഖത്തെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ കേട്ടോ. നമ്മുടെ കഴുത്തിനെ കൂടി പരിഗണിക്കണം. അതായത് മുഖം മാത്രമേ വെളുത്തിരിക്കും, കഴുത്ത് കറുത്തുവരിക്കും. അതുകൊണ്ട് നമ്മൾ ഏത് ഫേസ് പാക്ക് ഇട്ടാലും ഏത് സ്ക്രബ് ചെയ്താലും നമ്മൾ കഴുത്തിനെ കൂടി പരിഗണിക്കണം കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഫേസ് പാക്ക് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോകാം കേട്ടോ. വളരെ തിന്നായിട്ടുള്ള ഫേസ് പാക്കാണ്, നമ്മൾ ശ്രദ്ധിച്ച് വേണം തേക്കാൻ. പിന്നെ ഇത് തേക്കുമ്പോൾ ബ്രഷ് വേണമെന്നൊന്നുമില്ല കേട്ടോ. കൈയാണേലും മതി എന്നല്ല, കൈയാണ് നല്ലത്. ഞാൻ പിന്നെ സ്റ്റൈലിന് വേണ്ടിയിട്ട് ബ്രഷ് എടുത്തു എന്നേ ഉള്ളൂ കേട്ടോ. കഴുത്തിലൊക്കെ നന്നായിട്ട് തേച്ച് കൊടുക്കണം. മുടിയൊക്കെ കെട്ടി വെച്ചിട്ടാണ് ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പം ഞാനത് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ട് ഒന്നും കൂടെ തേച്ച് പിടിപ്പിക്കാം. മൂക്കിൻ്റെ ഈ ഭാഗത്ത്, 2 കണ്ണിൻ്റെ താഴ്വശത്ത്, പിരികത്തിൻ്റെ മുകൾ വശത്ത് ഈ ഒരു ഷേപ്പിൽ, ഇവിടെ കഴുത്തിൻ്റെ ഭാഗങ്ങളിലും ഒക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കും. അപ്പോൾ നമ്മുടെ ഈ ഫേസ് പാക്ക് എന്ന് പറയുന്നത് വളരെ തിന്നായിട്ടുള്ളൊരു ഫേസ് പാക്കാണ്. അപ്പം വളരെ എഫക്റ്റീവുമാണ്. ഇനി നമുക്കൊരു 1/2 മണിക്കൂർ വരെ ഇതിങ്ങനെ മുഖത്ത് വെക്കണം. മുഖത്ത് വെച്ച് നന്നായിട്ട് ഉണങ്ങി കഴിയുമ്പോൾ നന്നായിട്ട് മുഖം ഒന്ന് കഴുകി ഒരു ടവൽ വെച്ചിട്ട് ഉപ്പിയെടുത്തിട്ട് ഒന്ന് കണ്ണാടിയിലൊന്ന് നോക്കുക. എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? നല്ല വ്യത്യാസം തോന്നും. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടും ഈ ഫേസ് പാക്ക് ഇട്ട ഉടനെ നമ്മുടെ ഈ കറുത്ത പാടുകളൊക്കെ അങ്ങ് അപ്രത്യക്ഷമായിട്ട് പോകുന്നു. അങ്ങനെ പോകില്ല കേട്ടോ. ഇങ്ങനെയല്ല, ഒരു 2 ആഴ്ച സമയം എടുക്കുക. അപ്പോൾ നമ്മൾ ആഴ്ചയിൽ ഒരു 3 ദിവസം വെച്ചിട്ട് 2 ആഴ്ച കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുവാണെങ്കിൽ നല്ല മാറ്റം വരും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നിങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അത് തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കൺ ഉണ്ടല്ലോ, അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അന്നേരം വരികയും പെട്ടെന്ന് തന്നെ വീഡിയോസ് കാണാൻ പറ്റുകയും ചെയ്യും. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ, ബൈ.